ഈശോമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. വിശുദ്ധ മർക്കോസ് അറിയിച്ച സുവിശേഷം 3-ാം അധ്യായം 14-15 വാക്യങ്ങൾ. തന്നോടുകൂടി ആയിരിക്കുവാനും പ്രസംഗിക്കുവാൻ അയക്കുവാനും പിശാചുക്കളെ ബഹിഷ്കരിക്കുവാൻ അധികാരം നൽകുന്നതിനുമായി അവൻ 12 പേരെ തിരഞ്ഞെടുത്തു. ഈശോ ശിഷ്യന്മാരെ തിരഞ്ഞെടുക്കുന്നതാണ് വചനഭാഗം എന്ന് പറയുന്നത്. ഈശോ തനിക്ക് ഇഷ്ടമുള്ളവരെ, താൻ സ്നേഹിക്കുന്നവരെയാ തൻ്റെ പക്കലേക്ക് വിളിച്ചത്, അല്ലെ? സ്നേഹിക്കുന്നവരെ ഈശോ തൻ്റെ പക്കലേക്ക് വിളിച്ചു. സ്നേഹമുള്ളവരെ, നമ്മുടെയൊക്കെ ജീവിതത്തിലും ഇതേ വിളി ലഭിച്ചവരാ നമ്മളെല്ലാവരും, അല്ലെ? മാമോദീസായിലൂടെ അവന്റെ മകനും മകളുമായിട്ട് ജനിക്കുന്ന നമുക്കും ഇതേ വിളി ലഭിച്ചിട്ടുണ്ട്. ഈ വിളിയുടെ അർത്ഥം എന്താണ്? അവൻ എന്നെ സ്നേഹിക്കുന്നുണ്ട്, എൻ്റെ ദൈവം എന്നെ സ്നേഹിക്കുന്നു എന്നതിൻ്റെ അടയാളമാണ് ഞാൻ ഇന്ന് ക്രൈസ്തവനായിട്ട് ജീവിക്കുന്നു എന്നുള്ളത്. മാമോദീസായിലൂടെ അവന്റെ മകനും മകളുമായിട്ട് ജീവിക്കുന്നു എന്നുള്ളത്. എന്തിനാണ് എൻ്റെ ഈശോ എന്നെ വിളിച്ചത്? അതും വചനത്തിലൂടെ കൃത്യമായിട്ട് ഈശോ നമുക്ക് പറഞ്ഞു തരുന്നുണ്ട്, അല്ലെ? തന്നോട് കൂടെ ആയിരിക്കുവാനും വചനം പ്രഘോഷിക്കുവാനും. നമ്മുടെയൊക്കെ ജീവിതത്തില് മറ്റുള്ളവർക്ക് ദൈവത്തെ പങ്കുവെച്ചു കൊടുക്കാനായിട്ട് പ്രത്യേകമായിട്ട് വിളിക്കപ്പെട്ടവനാണ് ഓരോ ക്രൈസ്തവരും. ഒരുപക്ഷെ നമ്മളൊക്കെ പലപ്പോഴും ഈ ഒരു ഉത്തരവാദിത്തം ആരുടെ ഉത്തരവാദിത്തമായിട്ടാണ് കാണുന്നത്? ഇത് അച്ഛന്മാരുടെയും സിസ്റ്റേഴ്സിന്റെ ഉത്തരവാദിത്തമാണ് ഈശോയെ കുറിച്ച് പറഞ്ഞു കൊടുക്കും. അല്ല കേട്ടോ, മാമോദീസ സ്വീകരിച്ച ഓരോ ക്രൈസ്തവന്റെയും ഉത്തരവാദിത്തമാണ് അവന്റെ ജീവിതത്തിലൂടെ, അവന്റെ പ്രവൃത്തിയിലൂടെയും വാക്കിലൂടെയും മറ്റുള്ളവർക്ക് ഈശോയെ പങ്കുവെച്ചു കൊടുക്കുക എന്നുള്ളത്. ഈശോയെ കൊടുക്കാനായിട്ട് എനിക്ക് സാധിക്കണമെങ്കിൽ ഞാൻ എന്താ ചെയ്യേണ്ടത്? അതും കൃത്യമായിട്ട് ഈശോ വചനത്തിലൂടെ എനിക്ക് പറഞ്ഞു തരുന്നുണ്ട്, അല്ലെ? തന്നോട് കൂടെ ആയിരിക്കണം. ഈശോയുടെ കൂടെ ആയിരുന്ന് അവനെ അനുഭവിച്ചറിഞ്ഞാൽ മാത്രമേ നമ്മുടെ ജീവിതത്തില് ഈശോയെ മറ്റുള്ളവർക്ക് പങ്കുവെച്ചു കൊടുക്കാനായിട്ട് സാധിക്കത്തുള്ളൂ. അതുകൊണ്ടാ ഒരുപക്ഷെ നമുക്കൊക്കെ ഇന്ന് ഈശോയെ പങ്കുവെച്ചു കൊടുക്കാൻ പറ്റുന്നില്ല എങ്കിൽ അതിന് കാരണം എന്ന് പറയുന്നത് ഈശോയുടെ കൂടെ ഇരിക്കാനായിട്ട്, അവനെ അനുഭവിച്ചറിയാനായിട്ട് എനിക്ക് സാധിക്കുന്നില്ല. എനിക്കറിയാത്ത ഈശോയെ കുറിച്ച് എങ്ങനെയാണ് മറ്റുള്ളവർക്ക് പങ്കുവെച്ചു കൊടുക്കാനായിട്ട് സാധിക്കുക? സ്നേഹത്തോടുകൂടി എൻ്റെ ഈശോ എന്നെ വിളിക്കുമ്പോഴും അവൻ എന്നെ ഏൽപ്പിച്ച ഉത്തരവാദിത്തം ഒരുപക്ഷെ നമ്മുടെയൊക്കെ ജീവിതത്തിൽ നിറവേറ്റാനായിട്ട് സാധിക്കാതെ പരാജയപ്പെട്ട് നിൽക്കുന്ന വ്യക്തികളായിട്ട് നമ്മൾ മാറുക. സ്നേഹമുള്ളവരെ, ഈശോയുടെ മുൻപിൽ പരാജയപ്പെട്ട് നിൽക്കേണ്ടവരല്ലെന്നില്ല നമ്മൾ, മറിച്ച് അഭിമാനത്തോടുകൂടി നിൽക്കാൻ പറ്റണം. ഈശോ എന്നെ സ്നേഹിച്ച് അവന്റെ മകനും മകളുമായിട്ട് തിരഞ്ഞെടുത്തിയപ്പോൾ അവൻ എന്നെ ഏൽപ്പിച്ച ഉത്തരവാദിത്തം സന്തോഷത്തോടുകൂടി നിർവഹിക്കാനായിട്ട് സാധിക്കണം. അതുകൊണ്ട് ഞാൻ എന്താ ചെയ്യേണ്ടത്? ഞാൻ ദൈവസന്നിധിയിൽ ശാന്തമായിട്ടിരിക്കണം. അവന്റെ കൂടെ ആയിരുന്നുകൊണ്ട് അവനെ അനുഭവിച്ചറിയുവാനായിട്ട്, ആ സ്നേഹത്തിന്റെ ആഴം അനുഭവിച്ചറിഞ്ഞ് ആ സ്നേഹം മറ്റുള്ളവർക്ക് എൻ്റെ വാക്കിലൂടെയും പ്രവൃത്തിയിലൂടെയും പങ്കുവെച്ചു കൊടുക്കാനായിട്ട്, അങ്ങനെ എൻ്റെ ഈശോ എന്നെ ഏൽപ്പിച്ച ഉത്തരവാദിത്തം സന്തോഷത്തോടുകൂടി നിർവഹിച്ച് യഥാർത്ഥ ക്രൈസ്തവരായി ജീവിക്കുവാനായിട്ട് നമുക്ക് ഓരോരുത്തർക്കും ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കാൻ ശ്രമിക്കാം. ദൈവം നമ്മളെല്ലാവരെയും സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കട്ടെ. ആമേൻ.